Hello friends, welcome to the channel. 𝙑𝙞𝙙𝙚 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നൊരു വേണമെങ്കിൽ നമുക്ക് സ്മാർട്ട് ടി വി സ്റ്റിക്ക് എന്ന് വേണമെങ്കിൽ പറയാം, സ്റ്റിക്ക് അല്ലെങ്കിൽ ഹബ്ബ് എന്നും വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നോക്കിയയുടെ ഒരു മീഡിയ സ്ട്രീമിംഗ് കിറ്റാണ്. ഇവർ പറയുന്നത് മീഡിയ സ്ട്രീമിംഗ് കിറ്റ് എന്നാണ്. നമുക്കിത് നമ്മുടെ നിങ്ങൾക്ക് അറിയായിരിക്കും മീ ടി വി സ്റ്റിക്ക്, ആമസോണിൻ്റെ ഫയർ ടി വി സ്റ്റിക്ക്, ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്മാർട്ട് അല്ലാത്ത ടി വികളെ നമുക്ക് സ്മാർട്ട് ആക്കാനുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ നമ്മളിതിന് മുമ്പ് ആമസോൺ ഫയർ സ്റ്റിക്ക് നമ്മൾ ഓൾറെഡി അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കുറച്ച് കാലം മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതും കമ്പയർ ചെയ്ത് നമുക്കിത് പ്യുവർ ആൻഡ്രോയിഡ് ബേസ്ഡാണ് വരുന്നത്. ഗൂഗിളിൻ്റെ OS വെച്ചിട്ടാണ് വരുന്നത്. ആൻഡ്രോയിഡ് പൈയിൽ 9 ബേസിലാണ് ഇത് OSും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ വരുന്നത്. ഫയർവാൾ എന്ന് വെച്ചാൽ നമ്മുടെ ലോഞ്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫയർ ടി വി സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ആമസോണിൻ്റെ അത് ആൻഡ്രോയിഡ് ബേസ്ഡ് തന്നെയാണ്, പക്ഷേ അവരുടെ ഒരു ലോഞ്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അതിനെക്കാട്ടും നമുക്ക് പ്ലേ സ്റ്റോർ സപ്പോർട്ടൊന്നും നമുക്ക് ഫയർ ടി വി സ്റ്റിക്കിലും കരുതണമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് പ്ലേ സ്റ്റോർ നമുക്ക് ഗെയിം വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അത്യാവശ്യം 8GB റാമൊക്കെ ഉണ്ട്, റോമൊക്കെ ഉണ്ട്, അതുപോലെ 2GB റാം ഉണ്ട്, ക്വാഡ്-കോറിൻ്റെ പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ ഫുള്ളി ഗൂഗിളിൻ്റെ സംഭവങ്ങളാണ്, ഫുള്ള് ഡയറക്റ്റ് ഗൂഗിളിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയുടെ ഫോൺസും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഡയറക്റ്റ് നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്, അതുപോലെ നമുക്ക് അപ്ഡേറ്റ്സും റെഗുലറായിട്ട് വരുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ഫോണിൻ്റെ പോലെ റെഗുലർ അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ടി വിയിലും കാര്യങ്ങളൊക്കെ ഒന്നും വരില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഹാർഡ്വെയറിൻ്റെ സപ്പോർട്ട് കുറച്ച് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അത്ര ആദ്യം റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് മാറ്റേണ്ട പോലെ വരില്ല. എന്നാലും ഇതിന് പക്ഷേ നമ്മളിത് ഇപ്പോൾ ഞാൻ എന്താ വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ഇപ്പോൾ ഇത് പ്രൈസ് കുറഞ്ഞിട്ട് ഒരു 3000-ൻ്റെ താഴെ ആയിട്ടുണ്ട്. 3500 സംതിങ് റേഞ്ചാണ് വരുന്നതിനാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രൈസ് വരുന്നത് 2999 ആണ്. നമുക്കിത് ആമസോണിലൊന്നും അവൈലബിൾ അല്ല, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ബൈ ലിങ്ക് ഇടാം. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പുതിയ ആമസോൺ ഫയർ സ്റ്റിക്കിൻ്റെ 4K ഡിവൈസസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് 3500 ആ റേഞ്ച് തന്നെയായിട്ട്. അപ്പോൾ ഫയർ സ്റ്റിക്ക് താല്പര്യമുള്ളവർക്കും 4K സപ്പോർട്ടുള്ളവർ താല്പര്യമുള്ളവർക്കും ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് വാങ്ങിക്കട്ടെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പഴയ ഫയർ ടി വി സ്റ്റിക്കിന് പ്രോബ്ലം എന്താ വെച്ചാൽ റാം കുറവായിരുന്നു, കാരണം ലാഗും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്ഡേറ്റ് വരുമ്പോൾ. അപ്പോൾ പുതിയതിന് ആ പ്രശ്നമില്ല. അപ്പോൾ പിന്നെ 4K സപ്പോർട്ട് വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൻ്റെ ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ റിയൽമി ഉള്ളൂ. മീഡിയ സ്റ്റിക്ക് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല, എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ റിയൽമിയിലേക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് തന്നെ വാങ്ങിക്കണം. എന്ന് വെച്ചാൽ ഞാൻ കുറേ കാലമായിട്ട് ആമസോൺ ഫയർ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ നമ്മുടെ ഇവരുടെ ആൻഡ്രോയിഡിൻ്റെ എന്താ പറയുക, ആൻഡ്രോയിഡ് ഗൂഗിൾ TV ആ സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നോക്കിയയിലേക്ക് തന്നെ പോകേണ്ടി വരും. ഇത് പക്ഷേ നമുക്ക് 4K സപ്പോർട്ട് ഇല്ല കേട്ടോ, 1080p വരെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ബൂസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇമേജ് ക്വാളിറ്റി ബൂസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. MRP കൊടുത്തേക്കുന്നത് 499 ആണെങ്കിൽ നമുക്ക് നേരത്തെ പ്രൈസ് പറഞ്ഞല്ലോ ഓൾറെഡി. പിന്നെ ഇതിൽ നമുക്ക് ഇൻബിൽഡ് ബ്ലൂടൂത്ത് സപ്പോർട്ട് വരും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഹോം തിയേറ്ററൊക്കെ വേണമെങ്കിൽ ഇതിൽ കണക്ട് ചെയ്ത് വയ്ക്കാം. ബ്ലൂടൂത്ത് ഇല്ലാത്ത TV ആണെങ്കിൽ, അതുപോലെ Z5ൻ്റെ ഡിസ്നി ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് അതൊക്കെ നമുക്ക് അറിയാമായിരിക്കും. സ്മാർട്ട് ഫോൺ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ട്. പവർഡ് ബൈ ആൻഡ്രോയിഡ് TV ആണ്. അതുപോലെ നമുക്കിതിൽ റിമോട്ടിൽ തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ Z5ൻ്റെയും ഇൻബിൽഡ് ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ബട്ടൺ വരുന്നുണ്ട്. അതൊക്കെ നോർമൽ തന്നെയാണ്. എന്തായാലും നമുക്കിത് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഗൂഗിളിൻ്റെ ആമസോണിൽ നമ്മളൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇൻഫ്ലുവൻസർ സ്റ്റോർ എന്ന് പറയും. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും ഒരു നമ്മുടെ ചാനലിൻ്റെ ഒരു പേജാണ്. അതിൽ നിങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സിൻ്റെ ലിങ്ക്സും അതുപോലെ ടോപ്പ് 5 കാറ്റഗറീൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ സൈഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം, ആമസോണിൻ്റെ ഡയറക്റ്റ് ലിങ്കിൽ തന്നെ, എക്സ്ട്രാ ക്യാഷുകളൊന്നും ഇല്ലാണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ അതിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചാനലിനൊരു സപ്പോർട്ടാണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഒന്ന് നമ്മുടെ ലിങ്ക് കൂടെ വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഡയറക്റ്റ് അൺബോക്സിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ നോക്കിയയുടെ മീഡിയ സ്ട്രീമറിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണണം. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ബോക്സ് പരിചയപ്പെടാം. നോക്കിയയുടെ ബ്രാൻഡിങ് ഉണ്ട്, പടം കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്, മീഡിയ സ്ട്രീമറിന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, എങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലായിട്ട് നമുക്ക് ക്വാഡ്-കോർ പ്രൊസസ്സർ ഉണ്ട്, അതുപോലെ ഇൻബിൽഡ് ബ്ലൂടൂത്ത് ഉണ്ട്, Z5ൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, ഹോട്ട്സ്റ്റാറിൻ്റെ, നെറ്റ്ഫ്ലിക്സിൻ്റെ, യൂട്യൂബിൻ്റെ പവർഡ് ബൈ ആൻഡ്രോയിഡ് TV എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബോക്സിലായിട്ട് മീഡിയ സ്ട്രീമർ ബോക്സ്, ശരിക്കും ബോക്സ് എന്ന് പറയാം, സ്മാർട്ട് TV ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ബോക്സിൻ്റെ സ്റ്റൈലാണ് വരുന്നത്. റിമോട്ട്, അഡാപ്റ്റർ, HDMI കേബിളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പിന്നെ ഇൻബിൽഡ് നമുക്ക് ഇൻഫ്രാറെഡിൻ്റെ ഇതും കിട്ടുന്നുണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് വഴിയും കൺട്രോൾ ചെയ്യാം, ഇൻഫ്രാറെഡ് വഴിയും കൺട്രോൾ ചെയ്യാം നമ്മുടെ അതിൻ്റെ റിമോട്ട്. അതാണ് ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെയായിട്ട് ക്വാഡ്-കോർ പ്രൊസസ്സർ വിത്ത് 4 GB ആണ് ഇതിൽ വരുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് 9 ആണ് വരുന്നത്, ഡ്യുവൽ ബാൻഡ് വൈഫൈ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് അത്യാവശ്യം സ്മൂത്ത് ആയിരിക്കും. ആൻഡ്രോയിഡിൻ്റെ ആയിരിക്കും നമുക്ക് അറിയായിരിക്കും. പിന്നെ എന്തൊക്കെയോ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഫോണിൽ. ഇവിടെയായിട്ട് നമുക്ക് പ്രൈസിങ് ഡീറ്റെയിൽ 4999 കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2999 ആണ്. മാർക്കറ്റഡ് ആൻഡ് ഇമ്പോർട്ടഡ് ബൈ ഫ്ലിപ്കാർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ശരിക്കും അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കൂടെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കാം.
ഈ കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ നോക്കിയ TV@flipkart.com ആണ്. അപ്പോൾ ഫുൾ ഫ്ലിപ്കാർട്ടാണ് ഫുൾ മാനേജ് ചെയ്യുന്നത്, നോക്കിയ പ്രൊഡക്റ്റ് ആണെങ്കിലും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് അൺബോക്സ് ചെയ്തിട്ടേ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മോണിറ്ററിൽ നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കി. എന്തായാലും നിങ്ങളുടെ ഗൂഗിൾ TV നിങ്ങൾ സെറ്റപ്പ് ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ എന്തൊക്കെ നമ്മുടെ ഫയർ TV സ്റ്റിക്കിനായിട്ട് സ്മൂത്ത് ആണോ മീ ടിവിനെക്കാട്ടൊക്കെ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് ഇതൊക്കെ നോക്കി നോക്കാം എന്തായാലും. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ പുറത്തേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലൊരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട്, നമുക്ക് യൂസർ മാനുവലായിട്ടുള്ള ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ബോക്സ് വരുന്നുണ്ട്, ചെറിയ സാധനം ഉണ്ടാകും, നമ്മൾ കാണാട്ടൊക്കെ ഭയങ്കര ചെറുതാണ്, ഇത് ഇത്ര ഉള്ളൂ കൊണ്ട്. നോക്കിയയുടെ ബ്രാൻഡിങ് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, നല്ല സ്ലിം ആണ്. ഈ സൈഡിൽ നമുക്കൊരു മൈക്രോ USB പോർട്ട് വരുന്നുണ്ട്, അല്ല മൈക്രോ HDMI പോർട്ട് വരുന്നുണ്ട്, ഈ സൈഡിലൊരു മൈക്രോ USB പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിൽ. അപ്പോൾ ബോക്സിൽ ഇതിലൊന്നും ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് കേബിളും കാര്യങ്ങളൊക്കെ ഇതിലായിരിക്കും. പിന്നെ വേറെ അടുത്ത ബോക്സിൽ നമുക്ക് ബാറ്ററി വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. 2AAA ബാറ്ററി വരുന്നുണ്ട്. പിന്നെന്താ, അത് റിമോട്ടാണ്. അപ്പോൾ റിമോട്ട് വരുന്നുണ്ട്, ഈ ബോക്സിൽ റിമോട്ടും ബാറ്ററിയാണ് കേട്ടോ. നമുക്ക് അടുത്തതിൽ എന്താ നോക്കാം. നല്ല കാറ്റായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇതെന്താണോ ഭയങ്കര കാറ്റാണ്. ഇതിലെന്തൊരു ബോക്സ് പോലെയൊക്കെ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ അഡാപ്റ്ററാണ്, ചെറിയൊരു അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ വയർ കിറ്റുകൾ വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇൻഫ്രാറെഡിൻ്റെ വരുന്നുണ്ട്. ഇൻഫ്രാറെഡ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്, ബ്ലൂടൂത്ത് അല്ലാണ്ട് തന്നെ ഇൻഫ്രാറെഡ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ലോങ് വയറാണ്, അപ്പോൾ നമുക്ക് പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു നോർമൽ നമ്മുടെ ഒരു എന്താ പറയുക, ഇത് 5 വാട്ട് 1 ആംപിയറിൻ്റെ ഒരു നോർമൽ പവർ അഡാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് റിമോട്ട് നോക്കാം. നമുക്ക് എന്തായാലും ഈ കേസ് നല്ലതാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെ ഉപയോഗിച്ച് റിമോട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ പൊടിയും കാര്യങ്ങളൊന്നും കയറില്ല. അപ്പോൾ ഒരു ചെറിയ റിമോട്ട്, നല്ലൊരു ക്വാളിറ്റി റിമോട്ട്, എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഫയർ സ്റ്റിക്കിനായിട്ടും ക്വാളിറ്റി ഉണ്ട് റിമോട്ടിന്. നോക്കിയയുടെ ബ്രാൻഡിങ് ഉണ്ട്. C5ൻ്റെ നെറ്റ്ഫ്ലിക്സിൻ്റെ സ്വിച്ചുകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഗൂഗിളിൻ്റെ സ്വിച്ച് കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിൽ മോണിറ്ററിൽ നമുക്ക് സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഫുൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് ഫുൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. വയർ കാണുന്നത് നമുക്ക് പിന്നെ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഞാനത് HDMI പോർട്ടിൽ നമ്മുടെ മോണിറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ എന്താ പറയുക നോക്കിയത് പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ സ്വിച്ച് കൂടിയാണ്, അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തു. അപ്പോൾ നമുക്ക് എന്തൊക്കെ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയുടെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും റിമോട്ട് വേണ്ടി ഞാൻ റിമോട്ട് ഒന്ന് എടുക്കട്ടെ. അതുപോലെ നമുക്ക് സെറ്റപ്പ് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ ഗൂഗിളിൻ്റെ സെറ്റപ്പ് നമുക്കിവിടെ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റപ്പ് ചെയ്യാം ഈസിയായിട്ട്. അപ്പോൾ ഗൂഗിളിൻ്റെ പേര് വന്നിട്ടുണ്ട്, കണ്ടോ നമുക്കിവിടെ കാണാൻ വേണ്ടി. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കറക്റ്റായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ബൂട്ടിങ് ആയതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡിന് എഴുതി വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പേജ് എന്താ പറയുക നോക്കാം. അപ്പോൾ നമുക്ക് ടു ഏബിൾ ടു യൂസ് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓൺ ഒരു പെയർ ദ റിമോട്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെയർ ചെയ്യാം. ടു പെയർ പ്ലേസ് ദ റിമോട്ട് ഓൺ ദ പെയറിംഗ് മോഡ് ബൈ ഹോൾഡിംഗ് ഡൗൺ ഓൺ ബോത്ത് ദ വോളിയം ഡൗൺ ആൻഡ് എൻ്റർ ബട്ടൺ വിത്തിൻ 30 സെക്കൻഡ്. അപ്പോൾ നമുക്ക് വോളിയം ഡൗണും അതേപോലെ എൻ്റർ ബട്ടണും അമർത്തി പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമർത്തി പിടിക്കാം. വിത്തിൻ 30 സെൻറ്റിമീറ്റർ ഓഫ് ദ TV ബോക്സ് അൺടിൽ ഇറ്റ് ഈസ് റിക്കോൾഡ് ആണ്. അപ്പോൾ കണക്റ്റഡ് സക്സസ്ഫുള്ളി നമുക്ക് കാണിച്ചു ബ്ലൂടൂത്തിൽ. ഇനി നമുക്ക് നമ്മുടെ ഇത് സെർച്ച് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്കിവിടെ കൺട്രി നമുക്ക് ഇംഗ്ലീഷ് ഇന്ത്യ കൊടുക്കാം. അപ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെറ്റൊക്കെ കണക്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് വൈഫൈ കണക്ഷനും അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ക്വിക്ക്ലി സെറ്റപ്പ് യുവർ TV വിത്ത് യുവർ ആൻഡ്രോയിഡ് ഫോൺ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ ഈസിലി ട്രാൻസ്ഫർ യുവർ ആൻഡ്രോയിഡ് ഫോൺസ് വൈഫൈ നെറ്റ്വർക്ക് ആൻഡ് ഗൂഗിൾ അക്കൗണ്ട് ടു യുവർ TV എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അതിൽ നിന്ന് പോകണില്ല. അപ്പോൾ നമ്മൾ സ്കിപ്പ് അടിക്കുകയാണ്. നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതിൽ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ, നമ്മുടെ ക്യാമറയുടെ വൈഫൈയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ BSNLയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ BSNLൻ്റെ ഇതൊന്ന് എന്താ പറയുക പാസ്വേഡ് അടിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പാസ്വേഡ് അടിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ഫയർ TV സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടേ നമുക്കിതിൻ്റെ കണക്റ്റഡ് സക്സസ്ഫുള്ളായിട്ട് ഇൻ്റർനെറ്റ് കാണിച്ചിട്ടുണ്ട്. ഉപയോഗിക്കുമ്പോൾ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ നമ്മുടെ കീബോർഡ് ലേഔട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ആമസോൺ ഫയർ സ്റ്റിക്കിനായിട്ടൊക്കെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. ഫസ്റ്റ് ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ കുറേ പേർക്ക് ആമസോൺ ഫയർ സ്റ്റിക്ക് ആയിരിക്കും ഉപയോഗിക്കുക, നമുക്ക് ഇഷ്ടമുണ്ടാവുക. നമുക്ക് ഇതിൽ പക്ഷേ നമുക്ക് 4K സപ്പോർട്ട് ഇല്ല കേട്ടോ. ഈ നോക്കിയയുടെ ഇതിന് 4K സപ്പോർട്ട് ഇല്ല, 1080p വരെ ഉള്ളൂ.
അപ്പോൾ 4K സപ്പോർട്ടുള്ള ടി വി ആണെങ്കിൽ നിങ്ങൾ മീൻ്റെ തന്നെ വാങ്ങിക്കേണ്ടി വരും, വേറെ ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ. പിന്നെ നമുക്കിപ്പോൾ റിയൽമിയുടെ വേണമെങ്കിൽ റിയൽമിയുടെ വാങ്ങിക്കാം. റിയൽമിയുടെ ഇപ്പോൾ വന്നിട്ടുണ്ട് 4K സപ്പോർട്ട്. എനിക്ക് തോന്നുന്നു മീനായിട്ട് നല്ലത് കുറച്ചും കൂടി റിയൽമി ആയിരിക്കും തോന്നുന്നു. പിന്നെ കുറച്ചും കൂടി പുതിയതാണ്, അപ്പോൾ കുറച്ചും കൂടി ആൻഡ്രോയിഡ് വെർഷനൊക്കെ പുതിയതായിരിക്കും. അപ്പോൾ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈൻ ഇൻ ചെയ്തിട്ട് നമുക്ക് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ വെറുതെ വീഡിയോ ലെങ്തി ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഗൂഗിൾ സൈൻ ഇൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഗൂഗിൾസിൻ്റെ ടേംസ് ആൻഡ് സർവീസ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ നമുക്ക് എന്തായാലും അക്സെപ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ലൊക്കേഷൻ സർവീസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ സർവീസ് നമുക്ക് യെസ് കൊടുക്കാം. ഭയങ്കര കാറ്റാണ്, എന്ത് കാറ്റാണ്. ഇപ്പോൾ എൽഫിംബർ വേണ്ടോട് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും യെസ് കൊടുക്കാം. ഇനി നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസ് ടേൺ ഓൺ ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസ് അതിൽ ടേൺ ഓൺ കൊടുക്കാം. സർവീസ് ആൻഡ് പ്രൈവസി നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. പിന്നെ പേഴ്സണൽ റിസൾട്ട്സ് ടേൺ ഓൺ കൊടുക്കാം. അതുപോലെ ഗെറ്റ് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഗൂഗിൾ അതും യെസ് കൊടുക്കാം നമുക്ക്. പിന്നെ ഇൻസ്റ്റാൾ ദ ഫോളോയിങ് ആപ്പ് എന്നിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫേസ്ബുക്കൊന്നും ആവശ്യമില്ല, അത് നമ്മൾ ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രൈം വീഡിയോസ് നമുക്ക് എന്തായാലും കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഈസ് പവർഡ് ബൈ ആൻഡ്രോയിഡ് ടി വി ലെറ്റ്സ് വാക്ക് ത്രൂ ദി ഫീച്ചേഴ്സ് ഓഫ് യുവർ ഡിവൈസ് അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് അടിച്ച് കളയാം. പിന്നെ ഇനി നമുക്ക് അടുത്തത് ഫൈനൽ പേജ് ആയിരിക്കും, എന്താ വെച്ചാൽ ഫൈനൽ ഹോം പേജ് ആയിരിക്കും. അപ്പോൾ വന്നിട്ടുണ്ട്, ഹോം പേജ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ ടൈം വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ആപ്പ്, നെറ്റ്ഫ്ലിക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഫസ്റ്റ് തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും യൂട്യൂബിൽ ഫസ്റ്റ് കയറി നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് എൻ്റെ യൂസർ ഫ്രണ്ട്ലീസ് ഭയങ്കര സ്മൂത്തായിട്ട് തോന്നിയിട്ടാണ് നമ്മുടെ ഫയർ TV സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഫയർ സ്റ്റിക്കിൽ കുഴപ്പമില്ലായിരിക്കില്ല, എന്ന് വെച്ചാൽ ഇപ്പോൾ റാമും സംഭവങ്ങളൊക്കെ കൂടുതലുണ്ട്. പഴയ ഫയർ TV സ്റ്റിക്കിൽ ഇതിനായിട്ടൊക്കെ ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിൽ സ്പീക്കറൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ ഞാൻ എന്തായാലും വെക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സിൻഗോൻ്റെ ഈ മൈക്ക് ഉണ്ടല്ലോ, ഈ മൈക്കിൻ്റെ വീഡിയോസ് നമ്മളിപ്പോൾ കാണാത്തപ്പോൾ കണ്ട് നമ്മൾ അതിൻ്റെ ഫുൾ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. സ്മൂത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്, നല്ല സ്മൂത്ത് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്കിതിൽ ഇൻഫ്രാറെഡ് സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് ഇങ്ങനെ വെച്ച് ഉപയോഗിക്കാം. ഇതിപ്പോൾ ബ്ലൂടൂത്തിലാണ് പിന്നെ നമുക്ക് നേരെ വെച്ചാൽ നമുക്കിവിടെ ഒരു ഇൻഫ്രാറെഡിൻ്റെ സംഭവം ഉണ്ട്. അപ്പോൾ അതും ഉപയോഗിക്കാം, നമുക്ക് 2 ടൈപ്പിൽ ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു സ്മാർട്ട് TV സ്റ്റിക്ക് നിങ്ങളെന്തായാലും ഇപ്പം ഇങ്ങനെ ഒരു സ്മാർട്ട് TV സ്റ്റിക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഒരു പറ്റിയ സംഭവം തന്നെയാണ്. നമ്മൾ ലൈറ്റൊക്കെ കെടുത്തിയ കാരണമാണ് ആകെ ഡൗൺ ആയത്. നമ്മളെന്തായാലും ലൈറ്റ് വേണം നോക്കാം. ഭയങ്കര കാറ്റായതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. വെച്ചാൽ സാധനങ്ങളൊക്കെ മറിഞ്ഞ് വീണിട്ടൊക്കെയാണ് സംഭവങ്ങളായിട്ട് വരുന്നത്, അത്രയ്ക്കും കാറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇത് ഫുൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് അത്യാവശ്യം കുറച്ചൊക്കെ ഉപയോഗിച്ചു. റിമോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാത്തിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നുന്ന ഫയർ സ്റ്റിക്കിനായിട്ടും കുറച്ചും കൂടി മുകളിലാണ്. ലേറ്റസ്റ്റ് ഫയർ സ്റ്റിക്കിനല്ലാണ്ട് ഞാൻ പറയണത്, കുറച്ചും കൂടി നമ്മളിപ്പോൾ ഫയർ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ കുറച്ച് ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ലേറ്റസ്റ്റ് ഫയർ സ്റ്റിക്ക് 4K നമുക്ക് ഡിവൈസ് ഇറങ്ങിയിട്ടായിരുന്നു, അത് നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ്. പക്ഷേ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് വേണമെങ്കിൽ വേറെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല. മീൻ്റെയും പിന്നെ നോക്കിയുടെയും അതന്നെ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിരിക്കും റിയൽമിയുടെ. അപ്പോൾ വാങ്ങിക്കണമെങ്കിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് റിയൽമി വാങ്ങിക്കായിരിക്കും നല്ലത്. അത് പ്യുവർ ആൻഡ്രോയിഡ് തന്നെയാണ്. പിന്നെ ലേറ്റസ്റ്റ് ആണ്, 3 മാസമൊക്കെ ആയിട്ടുള്ള ഇറങ്ങിയിട്ട്. അപ്പോൾ OS ലേറ്റസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് എന്തായാലും എൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നമ്മുടെ ഫയർ സ്റ്റിക്കിലും അപ്ഡേറ്റ് വരാറുണ്ട്. പക്ഷേ ഫയർ TV സ്റ്റിക്കിൽ എനിക്ക് തോന്നുന്നത് പഴയതായതുകൊണ്ടായിരിക്കും, അതിൽ റാമൊക്കെ കാര്യങ്ങൾ കുറവായതുകൊണ്ടായിരിക്കും സ്മൂത്തിൽ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചാൽ അത് നോക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു 3000 രൂപയുടെ താഴെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്മാർട്ട് TV സ്റ്റിക്ക് നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ളൊരു നല്ലൊരു ഓപ്ഷനാണ്. എന്തായാലും ആമസോണിലൊന്നും അവൈലബിൾ ഉള്ള, നമുക്കിത് ഫ്ലിപ്കാർട്ടിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ ഡയറക്റ്റ് സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കും ചെയ്യാം. അപ്പോൾ സ്ക്രീൻ സേവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലും ഡിസ്ക്രിപ്ഷൻ ഫുൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്ക് ലിങ്ക് ഒന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.